ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് ഓണ സ്പെഷ്യലിന് ആദ്യമായിട്ട് നമുക്കൊരു ഉണ്ണിയപ്പം തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇതും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇതിനകത്ത് അരിപ്പൊടി ആണ് ചേർക്കുന്നത്. മൈദാമാവോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് ഉണ്ണിയപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: അരിപ്പൊടി 1/2 കിലോ എടുത്തിട്ടുണ്ട്. ശർക്കരയും 1/2 കിലോ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 ചെറുപഴം പാളയം കുടംപഴം എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ കുത്തി എടുത്തതും കുറച്ച് ഏലക്കായും എടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് മാവ് നല്ലപോലെ കുഴച്ചെടുക്കാം. പഴം നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കണം. നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് മാവും ശർക്കരയും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സിയിൽ കുറച്ച് മാവേ അങ്ങനെ ഇടാൻ പാടുള്ളൂ. ഒന്നടിച്ച് അതും കൂടെ ചേർക്കാം. നല്ലപോലെ ആ ശർക്കരയ്ക്ക് ചേരുന്നതനുസരിച്ച് മാവ് ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അധികം മാവ് മിക്സിയിൽ ഉപയോഗിക്കാൻ പാടില്ല, മിക്സി ടൈറ്റാവും. നമുക്ക് ആ മിക്സിയിൽ അടിച്ചെടുത്ത മാവും മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നിട്ട് അതിനകത്ത് മറ്റുള്ള മാവും കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. ശർക്കരയും പഴവും ചേർത്തതിന് ബാക്കി കുറച്ച് വെള്ളം ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഇങ്ങനെ ഒരു 5-6 മണിക്കൂർ നമ്മളിങ്ങനെ കുഴച്ച് വയ്ക്കണം. അതിന് ശേഷം വേണം നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കണം, എള്ള് ചേർക്കാം. ചുടാൻ നേരത്താണ് നമുക്ക് ഏലക്കാപ്പൊടിയും ചേർക്കേണ്ടത്. മാവിലോട്ട് കുറച്ച് എള്ളും കൂടെ ചേർക്കാം. എള്ള് വറുത്തിടേണ്ട ആവശ്യമില്ല, തേങ്ങാക്കൊത്ത് മാത്രം വറുത്തിട്ടാൽ മതിയാവും. നമുക്ക് എള്ള് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതലും ചേർക്കാം. ഇതും തേങ്ങാക്കൊത്തും എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ മാവ് കുഴച്ചെടുക്കാം. നമുക്കിനി ഏലക്കാ പൗഡറും കൂടെ ചേർക്കാം. ചേർത്തെല്ലാം നല്ലപോലെ ഒന്നും കൂടെ കുഴച്ചെടുക്കാം. നമ്മൾ അപ്പക്കാരയിൽ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി മാവ് നല്ലപോലെ ഇളക്കി കോരി ഒഴിക്കാം. ഇത് അലുവയുടെ അപ്പക്കാരയാണ്. ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ കിട്ടും. ഇത് പഴയ അപ്പക്കാരയാണ്. വെള്ളോടിൻ്റെ അപ്പക്കാരയും ഉണ്ട്. ഇത് പഴയ സൈസാണ്. അത് വലിയ ഉണ്ണിയപ്പമാണ്. ഇതാകുമ്പോൾ ചെറിയ ഉണ്ണിയപ്പമായിരിക്കും. കുട്ടികൾക്കൊക്കെ ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. കഴിക്കാൻ ചെറുതായിട്ടുള്ള ഉണ്ണിയപ്പം കഴിക്കാനാണ് ടേസ്റ്റ്. നമുക്കങ്ങനെ നല്ലപോലെ എല്ലാം ചുട്ടെടുക്കാം. നമുക്കത് തിരിച്ചു വിടാം. പെട്ടെന്ന് തന്നെ ഇളകി വരും. അപ്പക്കാരയിൽ മാവൊന്നും പിടിക്കത്തില്ല. പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. മൂത്ത് വരുമ്പോൾ തനിയെ അത് ഇളകി വരും. ഈസിയായിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. മാവ് കുഴച്ച് വെച്ചതിന് ശേഷം ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചുട്ട് തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമായിരിക്കും. പക്ഷേ അത് അധികം ദിവസം ഇരിക്കില്ല, 2-3 ദിവസമൊക്കെ ഇരിക്കും. ഇതൊരു 3-4 ദിവസം വരെ കേടുകൂടാതിരിക്കും. ഇത് നമ്മളൊരു 5 മണിക്കൂർ നമ്മൾ സോഫ്റ്റാക്കാൻ വെച്ചിട്ടുള്ളായിരുന്നു മാവ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പലഹാരമാണ് ഉണ്ണിയപ്പം. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.